റനീഷ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആറ്റുകാൽ പൊങ്കാലയിട്ടു. ഇതോടുകൂടി അവർക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങി. അതിലെ ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. സഫ്ന എഴുതിയതാണ്. ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പോയതാണോ? ഈ റമലാൻ മാസമായിട്ട് മുസ്ലിങ്ങളെ കളിയാക്കാൻ പോയതാണോ? കഷ്ടം, 2 തോണിയിൽ ജീവിക്കുന്നത്. നിരവധി അധിക്ഷേപ പരാമർശങ്ങളാണ് ഈ റനീഷ റഹ്മാൻ എന്ന് പറയുന്ന പെൺകുട്ടി നേരിടുന്നത്. അവർ പൊങ്കാലയിട്ടത് അത്ര വലിയ തെറ്റാണോ? അല്ല, അതിലൊരു കാര്യമുള്ളത്, ഈ ഖുറാനിൻ്റെ ആണ് ഇതിൻ്റെ മൂല കാരണം കിടക്കുന്നത്. ഖുറാനിൽ 2 തരത്തിലുള്ള കാര്യങ്ങളും പറയും. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എല്ലാ മനുഷ്യരെയും ഒരുപോലെ ആക്കണമെന്ന് നാം ഇച്ഛിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെല്ലാം ഒരുപോലെ ആകുമായിരുന്നു. നാം അങ്ങനെ ഇച്ഛിച്ചിട്ടില്ല. നിനക്ക് നിൻ്റെ വഴി, അവർക്ക് അവരുടെ വഴി. ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ജനാധിപത്യ കമൻ്റാണ്. പക്ഷെ അപ്പോൾ വേറൊന്നുണ്ട്. ബിംബാരാധകരെയും ബഹുദൈവ വിശ്വാസികളെയും സുഹൃത്തുക്കളാക്കരുത്, അവരെവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏകദൈവ വിശ്വാസത്തിലുള്ള ഇസ്ലാം മാത്രമാണ് പരമമായ മതമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആൻ അവതീർണമായ മാസമാണ് ഈ റംദാൻ മാസം എന്ന് പറയുന്നത്. ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ ഒരു ഇസ്ലാം മതവിശ്വാസി അത്രയും സമയം വെള്ളം പോലും ഉമിനീര് പോലും ഇറക്കാതെ വ്രതം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുന്നവരും ചെയ്യാത്തവരും ഒക്കെ കണ്ടേക്കാം. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു പെൺകുട്ടി പോയി ഈ ഇതിട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷമിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ബഹുദൈവ വിശ്വാസിയും ബിംബാരാധകരെയും അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. ബഹുദൈവ വിശ്വാസികളെയും ബിംബാരാധകരെയും പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലാഹുവിന് വിരുദ്ധമായ ദൈവനിന്ദയാണ്, ദൈവനിഷേധമാണ്. ആ ദൈവനിന്ദയും ദൈവനിഷേധവും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്ത് കൊടുക്കണം? വധശിക്ഷ കൊടുക്കേണ്ടതാണ്. ആ വധശിക്ഷ കൊടുക്കണമെന്നാണ് ഈ കമൻ്റ് ഇട്ട എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഇവിടെ അതിനൊരു സംവിധാനം ഇല്ലാത്തത് കാരണമാണ് ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ കൊന്നുകളഞ്ഞാൽ. അപ്പോൾ ഇത് ഖുറാൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നമാണ്. ഈ അടിസ്ഥാന പ്രശ്നം മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റേ എന്താണ് കേരള സ്റ്റോറി ഒന്നും അല്ലല്ല മറ്റേ എന്താണ് പാളയം ഇമാം ഇത് തുറന്നു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്. പാളയം ഇമാം ഇത് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇസ്ലാമിക് നിയമപ്രകാരം. ഒരു കാര്യം, ഇപ്പോൾ മുസ്ലിം പള്ളിയിൽ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല, അറിയാമോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമസ്കാരമില്ലാത്തവർ പള്ളിയിൽ കയറരുത്. ഇനി ഒരു കാര്യമുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എൻ്റെ വളരെ അടുത്തൊരു സ്നേഹിതൻ മരിച്ചിട്ട് ഞാൻ ഓടി വരികയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഓടി വന്നിട്ട് ഒന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ പള്ളിക്കകത്ത് എടുത്തേക്കാണെന്ന് പറഞ്ഞു. ഞാനങ്ങോട്ട് കയറാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സുഹൃത്തുക്കൾ, അയ്യോ കയറില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് കണ്ടോട്ടെ. അത് അല്ലല്ല, അത് അമുസ്ലിങ്ങൾക്ക് പള്ളിയിൽ കയറാൻ പാടില്ല. പള്ളിയിൽ പോലും അമുസ്ലിങ്ങളെ കയറ്റാത്തവരാണ് മതസൗഹാർദ്ദത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നത്. ഈ പാളയം ഇമാം പറഞ്ഞു, നോമ്പ് നോക്കാതെ എല്ലാവർക്കും, നോമ്പിന് അതീതമായിട്ട് എല്ലാവർക്കും ആഹാരം കൊടുക്കണം, അവർക്ക് വെള്ളം കൊടുക്കണം, ഈ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. പാളയം പള്ളിയുടെ ഗേറ്റ് അടഞ്ഞു കിടന്നു. പാളയം പള്ളിക്കകത്തേക്ക് പ്രവേശനം, അവർക്ക് ശുചിമുറി ഇവരെ ശൗചാലയം എങ്ങാനും ഉപയോഗിക്കാനായിട്ട് സ്ഥലം കൊടുത്തോന്നറിയില്ല. പക്ഷെ അവിടെ അന്നദാനം നടന്നതായിട്ടോ ഒന്നും പറയുന്നില്ല. കാരണം അന്നദാനം ചെയ്യാൻ സാധ്യതയില്ല. ഇമാം വെറുതെ തള്ളിമറിച്ചതാണ്. ഇമാം അങ്ങനെയല്ല. ഇമാം അതിൻ്റെ പേരിൽ 2 ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ സെക്കുലറിസ്റ്റായിട്ട് വിരാജിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു ഹീനകൃത്യമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. മുസ്ലിങ്ങൾ അത് സമ്മതിക്കില്ല. മുസ്ലിങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ടാണല്ലോ ഒരു ചാനലിൽ വാർത്ത അവതരിപ്പിക്കുന്ന ഒരാൾ രാവിലെ ചായ കുടിക്കുന്നത് കണ്ടിട്ട് ആ ചായ കപ്പ അയാൾക്ക് മാറ്റിവെക്കേണ്ടി വന്നില്ലേ? എന്തൊരു തരം സെക്കുലറിസമാണിത്? ഫാസിസം. അദ്ദേഹം സെക്കുലറിസ്റ്റാണ്. ഇത് ചെയ്ത ആളുണ്ടല്ലോ, ശ്രീകണ്ഠൻ നായർ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖ സെക്കുലറിസ്റ്റുകളിൽ ഒരാളാണ്. ആ ശ്രീകണ്ഠൻ നായർക്ക് റംദാൻ മാസത്തിൽ വാർത്ത അവതരിപ്പിക്കുമ്പോൾ 1 കപ്പ്
ഒരു കപ്പ് ചായ കയ്യിൽ പിടിച്ചുകൊണ്ട് വാർത്ത അവതരിപ്പിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും ആ അവകാശ നിഷേധത്തെ അദ്ദേഹം ആഭരണമായി അണിയുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതെ. ഇതൊരു അലങ്കാരമായിട്ട് അദ്ദേഹം സ്വീകരിച്ചു. കാരണം ഇത് മഹത്തായ മതവിശ്വാസവും സെക്കുലറിസവും സംരക്ഷിക്കുന്നതിന് വേണ്ടി താൻ ഈ ചായക്കപ്പ് ഉപേക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിവിടെ മാത്രമല്ല, നിങ്ങൾ മലപ്പുറത്തേക്ക് നോക്ക്, അവിടെ ഒന്നും ഇത് പറ്റില്ലല്ലോ. ഇല്ല, തുള്ളി വെള്ളം കിട്ടില്ല. തുള്ളി വെള്ളം കിട്ടില്ല. കിലോമീറ്ററുകളോളം വെള്ളം കിട്ടാതെ എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അതുണ്ട്. ഒരുപാട് പേർക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ അവർ കഴിക്കണ്ടെന്ന് അവരോട് ആര് പറഞ്ഞു കഴിക്കാനായിട്ട്? അവർ കഴിക്കണ്ട. അവരുടെ ദൈവത്തിന് ഈ റംദാൻ മാസത്തിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം എന്നുള്ളതാണ് ശരിയെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്തു. ബാക്കിയുള്ളവരുടെ ദൈവത്തിന് ആ പ്രശ്നമില്ലെങ്കിൽ അവർക്കത് ചെയ്യാമല്ലോ. പക്ഷെ അത് പറ്റില്ല. ഖുറാൻ്റെ വിശ്വാസപ്രകാരം ഒറ്റ ദൈവമേ ഉള്ളൂ, ഒരേ ഒരു ദൈവം, ഒരേ ഒരു അന്ത്യപ്രവാചകൻ. ഇനി പ്രവാചകനും വരാൻ നിവൃത്തിയില്ല. ഇതൊരു കഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരേ ഒരു ദൈവവും ഒരേ ഒരു അന്ത്യപ്രവാചകനും ഉള്ളതുകൊണ്ട് ആ ഒരേ ഒരു ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വേണം ജീവിക്കാനായിട്ട്. ആ ദൈവത്തിന് ബിംബാരാധകരെയും ബഹുദൈവ വിശ്വാസികളെയും ഇഷ്ടമേ അല്ല. ആ ദൈവം ബിംബാരാധനയും ബഹുദൈവ വിശ്വാസവും വിലക്കിയിട്ടുണ്ട്, ദൈവനിന്ദയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വിശ്വസിക്കാത്തതാണ് ഈ പെൺകുട്ടി റിനീഷ റഹിമാൻ. അതിൽ വിശ്വസിച്ചുകൊണ്ട് കള്ളം പറഞ്ഞ ആളാണ് ഇമാം. സത്യസന്ധമായിട്ട് പെരുമാറിയത് റനീഷ റഹ്മാനും കാപട്യം കൊണ്ട് കള്ളം പറഞ്ഞ ആൾ ഈ പറഞ്ഞ ഇമാമുമാണ്. കാരണം വൈകുന്നേരമേ പറ്റുള്ളൂ. വൈകുന്നേരം നോമ്പ് തുറക്കുന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ആഹാരം പാകം ചെയ്യുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യുകയും ചെയ്യുന്നതും ദൈവനിന്ദയാണ്. ആ ദൈവനിന്ദ ഇവർ ചെയ്തിരിക്കുന്നു. രണ്ട് വഞ്ചിയിൽ കാല് വെക്കരുത് എന്ന് മറ്റവർ പറഞ്ഞാൽ അതാണ്. അവർ ഈ മതം വിട്ടു പോകണം എന്നാണ് പറഞ്ഞതിൻ്റെ സന്ദേശം. അതെ, മതം വിട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലപ്പെടുത്തുകയും ചെയ്യും. കാരണം ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന ആരെയും കൊല്ലാൻ കഴിയും. കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമികൾക്കും അങ്ങനെ ഒരു സംഗതി അല്ല ചെയ്തിട്ടുണ്ടല്ലോ, രാമസിംഹനെയും. അല്ല, അത് അവരുടെ മത നിയമമാണെന്നത്. ആ മത നിയമം അനുസരിച്ച് അത് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്ക് അവിടെ അല്ലാഹു പ്രത്യേക പാരിതോഷികം കൊടുക്കും. 2 ഹൂറികളെ കൂടുതൽ കൊടുക്കുമെന്ന് തോന്നുന്നു. 74 കിട്ടുമായിരിക്കും. 2 ഹൂറികളെ കൂടുതൽ കൊടുക്കുമെന്ന് തോന്നുന്നു. അതാണല്ലോ പരമാവധി കിട്ടാവുന്ന അതാണല്ലോ. ഇതിനെല്ലാം തക്കതായ പ്രതിഫലം അല്ലാഹു തരുമെന്നാണല്ലോ പറയുന്നത്. ആ തക്കതായ പ്രതിഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ 2 ഹൂറികളെ കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ വളരെ റിജിഡായിട്ടുള്ള ഒരു മതസംഹിതയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയും അതിനകത്ത് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് തെറ്റ്. ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം, നിങ്ങൾ ജീവിച്ചോ, പക്ഷേ ഞങ്ങൾ അങ്ങനെ ജീവിക്കണമെന്ന് പറയരുത്. നിങ്ങൾ രാവിലെ വാങ്ക് വിളി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സുബഹിൻ്റെ വാങ്ക് വിളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമേ കഴിക്കാൻ പാടില്ല എങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടെന്ന്. നിങ്ങൾ അടുത്ത വാങ്ക് വിളി വരുമ്പോൾ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ മതി. എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് എൻ്റെ മതം അത് വിലക്കിയിട്ടില്ല. നിങ്ങളുടെ മതം വിലക്കിയെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ആയിക്കോളൂ. അതെ. പക്ഷേ ഇവരുടെ പ്രശ്നം, ഇവർ മറ്റുള്ളവരുടെ മേൽ ഇത് അടിച്ചേൽപ്പിക്കാനും കൂടി ശ്രമിക്കും എന്നുള്ളതാണ്. ആ അടിച്ചേൽപ്പിക്കാൻ കൂടി ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചാനലിൽ വാർത്ത അവതരിപ്പിക്കുന്ന ആൾ ചായക്കപ്പ് പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോഴേക്കും ആ മാന്യൻ ചായക്കപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് മതസൗഹാർദ്ദം സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. നാളെ വേറെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് അനുസരിച്ചുകൊണ്ട് ഇത് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയം വരുന്നുണ്ട്. എന്തൊക്കെയാണ് മനുഷ്യർ കാട്ടിക്കൂട്ടുന്നത്, എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. ഇത്രയേറെ ത്യാഗം സഹിച്ചിട്ടാണോ ഇവരിത് നിലനിർത്തുന്നത്? ശ്രീകൃഷ്ണന്റെ പടം വരച്ചതിന് ഒരു മുസ്ലിം സ്ത്രീ നിരന്തരമായി വേട്ടയാടപ്പെടുന്നു. അല്ല, ഇത് അങ്ങനെയല്ല. ഇത് ദൈവത്തിൻ്റെ പടം വരക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ പടം എങ്ങുമില്ല.
നബിയുടെ പടം എങ്ങും ഇല്ല. അത് വരച്ചാൽ കൊന്നുകളയും. നബിയുടെ പടം അല്ല, ഇപ്പം പക്ഷെ ആളുകൾ ചെയ്യുന്നുണ്ട്. അത് മറ്റേ കാർട്ടൂൺ വരച്ച ചാർലി ഫ്രാൻസിലുണ്ടായ ഹെബ്ദോ. ഫ്രാൻസിലുണ്ടായ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതെ. അപ്പോൾ ഇപ്പം അത് ആളുകൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മുഹമ്മദ് ഒരു ചരിത്രപുരുഷനായിരിക്കെ അങ്ങേരുടെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചിരുന്ന ആളല്ലേ, അയാളുടെ ചിത്രം വരച്ചാൽ ഇതിപ്പോൾ എന്താ കുഴപ്പമുള്ളത്? എല്ലാ മുസ്ലിം മന്ത്രിമാരും അവരുടെ ചിത്രം വെക്കുന്നുണ്ടല്ലോ, അവരുടെ ചിത്രങ്ങൾ വെക്കുന്നില്ലേ? അപ്പോൾ ആ ചിത്രങ്ങളുടെ ഒരു കൂട്ടത്തിൽ കൂടി മുഹമ്മദിൻ്റെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മുഹമ്മദ് ദൈവമല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ദൈവമല്ല, ദൈവപുത്രനുമല്ല, ദൈവമല്ല, ദൈവപുത്രനുമല്ല. ദൈവവും ദൈവപുത്രനും അല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിട്ടുള്ള മുഹമ്മദ് ആകെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഗബ്രിയേൽ വന്ന് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ആ ഗബ്രിയേൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് തരുകയും ചെയ്തിട്ടുണ്ട്. ആ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വരച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വരക്കാൻ പാടില്ല. കാരണം എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്, മനുഷ്യന് അവകാശപ്പെട്ടതല്ല. അതുകൊണ്ട് മനുഷ്യനായ മുഹമ്മദിന് അത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഈ കാപട്യം ഇത് അവസാനിപ്പിക്കണം. കാരണം ഞങ്ങൾ ഈ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. നിങ്ങൾ ജീവിച്ചോളൂ, പക്ഷേ മലപ്പുറത്തു കൂടി പോകുന്നവന് പച്ചവെള്ളം കൊടുക്കാതിരിക്കുന്നതാണ് ശരി എന്നും അവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു ചായക്കട തുറന്നിട്ടുണ്ടെങ്കിൽ ആ ചായക്കട ഉടനെ അടച്ചു പൂട്ടിക്കണം എന്നും പറയുന്ന രീതിയിൽ മതവിശ്വാസത്തെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് സെക്കുലറിസം ആകുന്നത്? അവരങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ സഹിച്ച് നിൽക്കുന്നതാണ് സെക്കുലറിസം. ഇത്ര കഷ്ടപ്പെട്ട് സെക്കുലറിസം സംരക്ഷിക്കേണ്ടതെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങളായിക്കോളൂ, ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ജീവിക്കും. ആ ഞങ്ങളുടെ രീതിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണ് ഹർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നിങ്ങളുടെ ചോയ്സാണെന്ന്. അതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. രോഗികൾക്ക് എന്തു ചെയ്യും? ഭക്ഷണം കഴിക്കേണ്ടി വരില്ലേ? അതെ. വൃദ്ധന്മാർക്ക് എന്തു ചെയ്യും? ഗർഭിണികൾക്ക് എന്തു ചെയ്യും? അനാരോഗ്യമുള്ളവർക്ക് എന്തു ചെയ്യും? അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പൊറുക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പെൺകുട്ടി അവിടെ ഇരുന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു പൊറുക്കേണ്ടതല്ലേ? കാരണം പരമകാരുണികനാണല്ലോ. പിന്നെ പുള്ളി എന്തിനാണ് അതൊക്കെ കിടന്ന് ചൂടാകേണ്ട കാര്യമുള്ളത്? രണ്ടും കൂടി പറഞ്ഞാൽ കോൺട്രഡിക്ഷൻ വരും. പരമകാരുണികനാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊക്കെ കാരുണ്യം കാണിക്കണ്ടേ? പക്ഷെ അതൊന്നുമില്ല. തൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊലപ്പെടുത്തി കളയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതെങ്ങനെ ശരിയാകും? അത് ശരിയാകില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ കാപട്യം അവരങ്ങനെ വിശ്വസിച്ച് അവരങ്ങനെ ജീവിക്കട്ടെ എന്ന് അവർക്ക് അതിനുള്ള അധികാരമുള്ളതല്ലേ. മറ്റുള്ളവന് ഇങ്ങനെ ജീവിക്കാനുള്ള അധികാരവും കൂടിയുണ്ട്. അവിടെ വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഭീമാപ്പള്ളി തുറന്നിടും, പാളയം പള്ളി തുറന്നിടും, അവിടെ എല്ലാവരും വന്നോളൂ, അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഗേറ്റും പൂട്ടി അകത്ത് കയറിയിരിക്കുന്ന ഇമാംമാരാണ് ഏറ്റവും വലിയ കപടനാട്യക്കാർ എന്നുള്ളതാണ് സത്യം.